ബഹുമാനമുള്ള ജോണച്ചൻ ഷാജാമായിട്ടുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സ്റ്റേഷന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. പ്രിയപ്പെട്ട രാമച്ചൻ നൽകിയ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സന്തോഷത്തോടെ ഈ പ്രദേശത്ത് വന്ന് മടങ്ങി പോകുവാൻ പോകണം. പ്രിയ ദൈവം നൽകി തന്ന കൃപകൾ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഭ നിയോഗിച്ചു. ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഈ ഇടവക നൽകി തന്ന എല്ലാ നല്ല സ്നേഹത്തിനും കരുതലിനുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഔദ്യോഗികമായും ഈ ഇടവകയിലെ അവസാനത്തെ ശുശ്രൂഷയാണ് ഇന്ന് നിർവഹിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ നിന്നതായിട്ടുള്ള സമയത്തൊക്കെയും ദൈവം മറ്റുള്ളവരുടെ മുന്നിൽ രചിപ്പിക്കാതെ നിൽക്കുവാൻ പോകണം. ദൈവം കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കി തീർത്തു. വചന ശുശ്രൂഷ ചെയ്ത സമയങ്ങളിൽ നിങ്ങൾ പലരും അയച്ചു തന്നതായിട്ടുള്ള മെസ്സേജുകൾ, നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ, അതെല്ലാം എന്നെ ഒത്തിരി അധികം വളർത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പ്രദേശത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം എനിക്ക് വളരുവാൻ പോകണം സാധ്യമായിരുന്നത്. കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ശുശ്രൂഷ ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ വളരുവാൻ ഇടയായിരുന്നത്. പ്രിയപ്പെട്ട മാത്യു അച്ഛൻ പറഞ്ഞു, അച്ഛൻ സെമിനാരിൽ ഇരിക്കുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്കറിയാം അച്ഛൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് അച്ഛനോട് എപ്പോഴും ഒരു പക്ഷേ അച്ഛൻ വളർന്ന സാഹചര്യവും ഞാൻ വളർന്ന സാഹചര്യവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ വളർന്ന പോലെ അത്തരത്തിലെ നല്ല സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ വളർന്നത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്തതായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇടവകയിൽ ഒരു പ്രസംഗം കേട്ട് ആവേശം കൊണ്ട് ദേശം വിട്ട് നാട് വിട്ട് പോവുകയും, എന്നാൽ പഠനം മാത്രമല്ല, അവിടുത്തെ ശുശ്രൂഷ മാത്രമല്ല, ആ ശുശ്രൂഷയോടൊപ്പം ഈ പറയുന്നതായിട്ട് പഠനവുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരുന്നു, വായനയുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടായിരുന്നു. സെമിനാരിൽ വന്ന അച്ഛൻ്റെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അച്ഛൻ ഏറ്റവും സീനിയർ പോസ്റ്റാണ്. എന്ന് ഞങ്ങൾ ജയിച്ചാൻ എന്നായിരുന്നു പ്രിയപ്പെട്ട അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നാണ് ആ വിളി മാറിയത്. നിങ്ങളെല്ലാം അച്ഛനെ വിളിച്ച് എന്നാൽ ഞങ്ങൾ സ്നേഹത്തോടെ ജയിച്ചാൻ എന്നായിരുന്നു വിളിക്കുന്നത്. അന്നത്തെ ആ സ്നേഹവും കരുതലും ഒക്കെ ഇന്നും ഉണ്ട്. എന്നും എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനവും ആദരവുമാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും പഠനത്തെ ഒരു നിസ്സാരമായി കാണാതെ പരന്ന വായന പ്രിയപ്പെട്ട അച്ഛൻ കവിതകൾ ചൊല്ലുന്നത് ഒരു ദിവസം ചൊല്ലാൻ തുടങ്ങിയത് ഞങ്ങൾ അച്ഛന്മാർ ഇവിടെയും പോയപ്പോൾ എനിക്ക് ജോബി അച്ഛനുള്ള സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി അച്ഛൻ്റെ കവിത. 15 മിനിറ്റായിട്ടും അച്ഛൻ കവിത നിർത്തുന്നില്ല. എൻ്റെ കൈ കഴിച്ചതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ നിർത്തി. അത്രത്തോളം ഓർമ്മ, ഈ പ്രായത്തിൽ ഇത്രത്തോളം ഓർമ്മ എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമായിട്ടൊരു കാര്യമല്ല. എന്നാൽ അച്ഛൻ കൊച്ചമ്മയിലൂടെയൊക്കെ ലഭ്യമായി തന്ന നല്ല സ്നേഹം, സന്തോഷം, ഒരു അവസരം പോലും അച്ഛൻ എനിക്ക് നൽകാതെ തന്നിട്ടില്ല. എപ്പോഴും എനിക്ക് അവസരങ്ങൾ നൽകി തന്നതിന് സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട ജോബി അച്ഛൻ, പ്രിയപ്പെട്ട രഞ്ജിത് അച്ഛനോടൊപ്പം ഈ കഴിഞ്ഞ 2 വർഷക്കാലം കുടുംബമായും ഞാൻ ലഭ്യമായി തന്ന സൗഹൃദങ്ങൾ, കൂട്ടായ്മകൾ, അതെല്ലാം ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇടവക ഞങ്ങൾ കുടുംബമായി നൽകി തന്ന എല്ലാവരെയും വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെ വീണ്ടും ഓർക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കാരണം എന്നാൽ പെട്ടെന്നുള്ള മഴയുടെ ഇത് കാരണമാണ് ഓൺലൈൻ ആയിരുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ഇന്നലെ പ്രസംഗിച്ചതാണോ ഇന്ന് പ്രസംഗിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അതേ അച്ഛൻ, ഇന്നലെ പ്രസംഗിച്ചത് തന്നെയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇന്നലെ അത് ഓൺലൈൻ ഉണ്ടായിരുന്നു, ഇന്ന് ഓൺലൈൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു ക്ഷമാപണത്തോടുകൂടെ തുടങ്ങാം. അതായത് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എത്ര പേര് കേട്ടു എന്ന് കൈ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എനിക്ക് ഈ പ്രസംഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. എന്നാൽ വീണ്ടും നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കും കേൾക്കാത്തവർ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു പുതിയ പ്രസംഗം കൂടെ ഉണ്ടാക്കുവാനുള്ള ഒരു സമയം, സാവകാശവും എനിക്ക് കിട്ടിയില്ല. തയ്യാറാക്കാത്ത പ്രസംഗങ്ങൾ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് മാത്രം വീണ്ടും കേൾക്കുന്നതായിട്ട് പ്രിയപ്പെട്ടവർ, പുതിയ ചിന്തകൾ ദൈവം ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിൽ ചിന്തിക്കുമായിട്ട് ഇന്ന് ഏവരെങ്കിലും ഞാൻ വായിച്ചു കേട്ട വേദത്താണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. അതിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്
according to St. Luke, chapter 24, verses 13 to 35. 16-17 വാക്യം. അവരെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഞങ്ങളുടെ നല്ല കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് നൽകുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രഭാതത്തോടെ ഞങ്ങൾക്ക് നൽകി നിന്റെ വചനം കേൾക്കുവാൻ ധ്യാനിക്കുവാൻ അവസരം ഞാൻ ഒരുക്കിയിരുന്നു. വചനം എന്നും ഞങ്ങൾക്ക് നൽകി തരുന്ന പ്രേരണയായ സമയം സ്തോത്രം. കഥാവെ, ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഉടമാകുന്ന ആവേശത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. അത്തരത്തിൽ കഥാവെ ആവേശം പകർന്ന് പലരും പല ഇടങ്ങളിലും ചെന്ന് നിന്റെ സുവിശേഷം ഘോഷിക്കാൻ ഇടയായിരുന്നല്ലോ. എന്നാൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നിരാശയും പ്രയാസവും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ ആശ്വസിപ്പിക്കുന്ന കരുതുന്ന ഒരു ദൈവം ഞങ്ങളോടൊപ്പമുണ്ട് എന്നീ വചനം കാണിച്ചു തരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോട് ശ്രദ്ധിക്കുകയാണ്. ഇന്ന് വീണ്ടും ഞങ്ങളുടെ സന്നദ്ധയിൽ വചനവുമായിട്ട് നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ശ്രമിക്കുമ്പോൾ നീ ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ. നൽകിയിരുന്ന ആലോചനകളുണ്ടായിട്ട് സ്തോത്രം. സംസാരങ്ങളോളം വരാൻ നീ നൽകണമേ. കേൾക്കുന്നതായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഏവരുടെയും മനസ്സുകളിൽ ചിന്തകൾ നീ അവിടെ നൽകി കൊടുക്കണമേ. ഒരുമിച്ചുള്ള ഈ യാത്ര അനുഗ്രഹമാക്കി തരണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു ചെറിയ ചോദ്യത്തോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. When did God become for you more than just a name? ഒരു പേര്, ഒരു നാമം എന്നതിനേക്കാൾ അപ്പുറമായി എപ്പോഴാണ് ശരിക്കും ഈ ദൈവം നമ്മുടെ ഒരു ദൈവമായി മാറിയത്? അല്ലെങ്കിൽ എന്റെ ഒരു ദൈവമാണ്, എന്നെ വഴി നടത്തുവാൻ പോകണം ശക്തിയുള്ളവരുണ്ട് എന്ന് പറയാത്ത പോകണം എന്നാണ് ആ ഒരു നാമത്തിൽ നിന്ന് മാറുവാൻ പോകണമായിരുന്നു. ഒരു പക്ഷേ സൺഡേ സ്കൂളിലെ പഠനങ്ങളും നമ്മുടെ വീട്ടിലെ പഠനങ്ങളും ഒക്കെ ദൈവം ആരാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ ദൈവം ശരിക്കും ഒരു നാമം എന്നതിനേക്കാൾ അപ്പുറമായി ഒരു വ്യക്തിയായി, ഒരു പേഴ്സണായി എന്റെ ജീവിതത്തിൽ മാറുവാൻ പോകണം ഇടയായിരുന്നത്. എന്താകുന്നു ആ ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ സന്തോഷവേളകളെക്കാൾ ഒരു പക്ഷേ നമ്മൾ കടന്നുപോയ ദുഃഖത്തിന്റെ നിമിഷങ്ങളിലോ നമ്മൾ കടന്നുപോയ പ്രയാസത്തിന്റെ നിമിഷങ്ങളിലോ ആണ് ഈ ദൈവം ശരിക്കും ചുമ്മാ ഒരു നാമമല്ല, ഈ നാമത്തേക്കാൾ അപ്പുറമായ എന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള എന്നോടൊപ്പം ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുവാൻ പോകണം ഇടയായിത്തീരുന്നത്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് സാധ്യമായി. നിരാശരെ ഉത്സാഹപൂർണ്ണരാകുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ നൽകി തന്ന വിഷയം. Resurrected Christ who encourages the desperate. വേദപുസ്തകത്തിൽ ദൈവത്തെ കണ്ടതായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോ ആളുകളും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വ്യാകുലപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ, മുൻപോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ചിരുന്നതായിട്ടുള്ള നിമിഷങ്ങളിൽ ദൈവം പ്രത്യക്ഷനായ ആ അനുഭവങ്ങളിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിരുന്നത്. അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം ഇന്ന ദേശത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം യാത്ര തുടങ്ങി വിശ്വാസത്തോടെ പോയപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഇതാ പറയുന്നത്, അവൻ അവിടെ ഒരു അൽത്താര സൃഷ്ടിച്ചു. തുടർന്നുള്ള യാത്രയിൽ യാക്കോബിന്റെ ജീവിത അനുഭവത്തിൽ നിന്നും അവൻ ഓടിപ്പോകുന്നതായിട്ടുള്ള അനുഭവത്തിൽ അവിടെ ദൈവം ഇനി അവനോടൊപ്പം കാണത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിച്ച നിമിഷത്തിൽ ഇതാ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഇതാ ദൈവം യാക്കോബിനോട് പ്രത്യക്ഷനാകുമ്പോൾ ഇത് ദൈവത്തിന്റെ ഭവനം, ഇടം എന്ന് യാക്കോബ് പറയുന്നു. ജീവിതത്തിൽ ഓട്ടം ഓടി വീണ്ടും തിരിച്ചു വരുന്നതായിട്ടുള്ള സമയത്ത് വീണ്ടും ദൈവത്തെ ദർശിച്ചപ്പോൾ വീണ്ടും പറയുകയാണ് എന്ന് പറയുന്നത് ഈ ഒരു അനുഭവം. ജീവിതത്തിൽ പ്രയാസത്തിലും വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആകെപ്പാടെ നമ്മുടെ കണ്ണുകളെല്ലാം മൂടിയിരിക്കുന്ന സമയത്ത് ഇനി മുൻപോട്ട് എങ്ങനെ എന്ന് തോന്നുന്നതായിട്ടുള്ള ദിശകളാണ് ശരിക്കും ദൈവം ഇടപെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധ്യമായി. നിരാശയുടെ ഒരു അനുഭവം ഈ ശിഷ്യന്മാർക്ക് കാണാനായിട്ട് സാധ്യമായിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അനുഭവം കാണാനായിട്ട് സാധ്യമായിരിക്കുകയാണ്. അവിടെ ഇന്ന് നമ്മുടെ ഈ ചിന്താവിഷയത്തിൽ 3 ചോദ്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, why do I need the Lord when I am desperate? മറ്റു പലരെ നമുക്ക് ആശ്രയിക്കാമല്ലോ. എന്തിന് ക്രിസ്തു? Why Christ? എന്തിന് ക്രിസ്തു മാത്രം എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് ആശ്രയിക്കാവുന്ന
എന്ന് നമുക്ക് ചിന്തിക്കണം. രണ്ട്, നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മനസ്സിലാക്കാൻ എന്നുള്ളത് ഈസി. നമുക്ക് ദൈവത്തെ പെട്ടെന്ന് കാണാനോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനോ വേണ്ടിയായിട്ട്. So how can I understand the Lord when I am desperate? മൂന്ന്, ഈ ദൈവത്തെ ഞാൻ കണ്ടു കഴിയുമ്പോൾ, ഈ ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പുതുതായി ലഭ്യമായി തീരുന്നത് എന്ത്? ഈ മൂന്ന് ചിന്തകൾ ഈ വായിച്ച വേദഭാഗത്തെ ആസ്പദമാക്കി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, why do I need the Lord in times when I am desperate? അതിനൊറ്റ കാരണമുള്ളൂ. There are times of disappointment and there are times of despair in each and everyone's life. ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. എപ്പോഴും എല്ലാവരുടെയും ജീവിതം സന്തോഷമല്ല. Every time there are ups and downs, there are mountains and there are valleys. ഇതെല്ലാം കൂടി ഒരു സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ആരുടെയും ഒക്കെ ഒരു ആവശ്യം നമുക്കുണ്ടാകുന്നത്. മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ ആരുടെയും അവരുടെ അനുഭവം is very good. But when we are in time, when we are going through situations and circumstances which feel like we are in valley, it is at those times we need somebody to console us, to comfort us, to strengthen us, to help us move forward in our life. അവിടെയാണ് നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം. ഇവര് ദുഃഖിച്ചിരിക്കുന്നു എന്ന് പറയും. വാടി മുഖത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എന്തായിരിക്കും ഒരു ദുഃഖത്തിന്റെ കാരണം? ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിരാശ വന്നതിന്റെ കാരണം തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും നിരാശ വന്നതിന്റെ കാരണം. മൂന്ന് കാരണങ്ങളാണ് നമ്മൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും നിരാശയോ പ്രയാസമോ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് the expectations, stress of expectations. കുഞ്ഞുങ്ങളെ എടുത്തു നോക്കിയാലും മാതാപിതാക്കളുടെ എക്സ്പെക്ടേഷൻ ഒത്തിരി അധികമാണ്. നമുക്ക് അത്രത്തോളം എത്താൻ പറ്റാതെ വരുമ്പോൾ ഓരോ വർഷവും റിസൾട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് ഭയങ്കര നിരാശയാണ്. നമ്മുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എക്സ്പെക്ടേഷൻസ് അത്രത്തോളം എത്താൻ പറ്റുമ്പോൾ അവിടെ ഭയങ്കര നിരാശയാണ്. The stress of expectation. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എക്സ്പെക്ടഡ് ലോട്ട്. കർത്താവിനോടൊപ്പം സഞ്ചരിച്ച എല്ലാവരും ഒത്തിരിയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ നാഥൻ എന്തെങ്കിലും ഒക്കെ ചെയ്യും, ഇവിടെ എന്തെങ്കിലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. But unfortunately their expectations failed. രണ്ട്, storms of doubt. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്നെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇതെല്ലാം ആയിട്ട് പോലും പിന്നെ സംശയമാണ്. ശരിക്കുമാണോ? നടന്നിട്ടുണ്ടോ? ഇതൊക്കെ ശരിക്കുമാണോ? ഇത് തന്നെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. ജീവിതത്തിൽ സംശയങ്ങൾ എപ്പോഴും വരും. പ്രതീക്ഷകൾക്കൊപ്പം നമുക്ക് എത്താതെ പറ്റുമ്പോൾ സംശയങ്ങൾ തീർച്ചയായിട്ടും വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നിരാശയുടെ കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ ചില തോൽവികൾ. താൻ വിചാരിച്ചിരുന്നതായിട്ടുള്ള നാഥൻ അല്ലെങ്കിൽ മഷിക തോറ്റുപോയല്ലോ എന്ന് ഓർത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ മുഖമായി, അവരുടെ ദുഃഖമായി, അവർക്ക് സങ്കടമായി. എന്നാൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്, why Jesus in times when I am desperate? എന്റെ അപ്പനല്ല, എന്റെ അമ്മയല്ല, എന്റെ സുഹൃത്തല്ല, എന്റെ പള്ളിയിലെ അച്ഛനല്ല, ഇതാരുമല്ല. കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അഭിവാചക ഘടകമായി മാറുന്നു? An important source in my life. Why Jesus? കർത്താവിന്റെ ജീവിതം നമ്മൾ ഒരു ദിവസത്തെ യാത്ര നമ്മൾ എടുത്തു നോക്കിയാണ്. എല്ലാ ദിവസവും അതുപോലൊക്കെ തന്നെ ആകുന്നു. എല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒറ്റ ദിവസത്തെ ഒരു യാത്ര നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ആ ഹൈ ആൻഡ് ലോ ഇമോഷൻസ് കാണാനായിട്ട് സാധ്യമായില്ല. മർക്കോസിന്റെ സുവിശേഷം 6:14-29, ലൂക്കോസ് 9:7-9, 14:1-12, മത്തായിയുടെ സുവിശേഷം 14:1-12. ഈ ഭാഗങ്ങളെല്ലാം നോക്കുമ്പോൾ കർത്താവിന്റെ ജീവിതത്തിൽ ഒരു ദിവസം നടന്ന സംഭവങ്ങളുടെ വിവരണമാണ്. എന്താണ് തുടങ്ങുന്നത്? തുടക്കം എന്ന് പറയുന്നത് കർത്താവിന്റെ കസിനും കർത്താവിനെ കുറിച്ച് ഈ ലോകത്തോട് അറിയി ചെയ്തതായിട്ട് യോഹന്നാൻ സ്നാപകന്റെ മരണമാണ്. ആ വാർത്തയിലൂടെയാണ് ആ ദിവസം ആരംഭിക്കുന്നത്. എന്നാൽ ആ ദിവസം ആ വാർത്തയിലൂടെ ആരംഭിക്കുമ്പോൾ അതോടുകൂടി അത് തീരുന്നില്ല. ആ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് തന്നെ ഇനി അവൻ കർത്താവിനെ ലഭ്യമാക്കുന്നത്. എന്നാൽ ഈ ഒരു ഭയവും പേടിയും ഒരു മനുഷ്യൻ തന്നെ കർത്താവിനോടൊപ്പം തന്നെയാണ്. താൻ വിട്ടതായിട്ടുള്ള ശിഷ്യന്മാർ ഇതാ തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ വളരെ ഭംഗിയോടുകൂടി ചെയ്ത് തിരിച്ച് വരുന്നതായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ ഒരു മരണം, ഒരു വേർപാടിന്റെ ദുഃഖം, തന്നെ കൊല്ലാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു പേടി അനുഭവം. എന്നാൽ ഇതാ താൻ അയച്ചതായിട്ടുള്ള ശിഷ്യന്മാർ സന്തോഷത്തോടെ മടങ്ങി വരുന്നതായിട്ടുള്ള ഒരു അനുഭവം. ഈ ചുറ്റും നോക്കിയാലുള്ള സമയത്ത്
എല്ലാം ചെയ്ത് ഒത്തിരി ക്ഷീണിതനായപ്പോൾ ഞാൻ അല്പസമയം എനിക്ക് വിശ്രമിക്കണം, മതി, ഒത്തിരിയായി, ഇനി എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ അധികമാണ്, ഐ വാണ്ട് സം റെസ്റ്റ് എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ആരോരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കർത്താവ് യാത്ര പുറപ്പെടും. എനിക്ക് ഇനി താങ്ങാവുന്നതിനേക്കാൾ അധികമാണ്, ഐ വാണ്ട് സം ഫിസിക്കൽ റെസ്റ്റ്. എന്നാൽ അവിടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ജനം കർത്താവ് എവിടെ പോകുന്നു എന്നാണ്. മൊത്തം ജനം കർത്താവിനെ ഫോളോ ചെയ്യും. ഒരു പക്ഷേ ഈ ഒരു ഹൈ ആൻഡ് ലോ ഓഫ് ഇമോഷൻ ഒറ്റ ദിവസം നടക്കുന്ന വാർത്തകളാണ്, ഒറ്റ ദിവസം നടക്കുന്നതാണ് സംഭവങ്ങളാണ്. അവിടെ സന്തോഷിക്കാൻ ഒത്തിരിയുണ്ട്, പേടിപ്പിക്കുന്നതായിട്ട് ചെയ്യുന്നതായിട്ട് ചില അനുഭവങ്ങളുണ്ട്, വിഷമിപ്പിക്കുന്നതായിട്ട് ചില അനുഭവമുണ്ട്. എന്നാൽ അവിടെ ഈ കർത്താവ് ഇതെല്ലാം കടന്നു പോയപ്പോൾ എന്തുകൊണ്ട് കർത്താവ് മാത്രം എന്നൊരു ചോദ്യത്തിന് ഞാൻ പറയുന്ന ഒറ്റ ഉത്തരം, ജീസസ് നോസ് ഹൗ യു ഫീൽ. For he lived as a man over here. He went through each and every emotion. He went through each and every pain that you and I have gone already through. ഇതുവരെ കടന്നുപോകാനിരിക്കുന്നതായിട്ടുള്ള വേദനകൾ കർത്താവിനെല്ലാം അനുഭവിച്ചതുകൊണ്ട് കർത്താവില്ലാതെ ആരും നമ്മുടെ ജീവിതത്തിലായാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. എബ്രായരുടെ ലേഖനം 4-15 വാക്യം സുന്ദരമായ ഒരു വാചകമാണ്. ഇപ്രകാരം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരേ നമുക്ക് ഉള്ളത്. ഈ JB ഫിലിപ്സിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ ചിലപ്പോൾ വായിക്കാം. അത് ഒരു മോഡേൺ ട്രാൻസ്ലേഷൻ. അവിടെ പറയുന്ന ഒരു വാചകം വളരെ രസമാണ്. For we have no superhuman high priest. നമ്മുടെ ദൈവത്തിന്റെ പുത്രനെ അപ്പോൾ ഇതെല്ലാം ചെയ്യാനായി പറ്റുമോ? He was not superhuman when he came down over here. He himself ഒരു മാലാഖയല്ല, ഒരു അംബാസഡർ അല്ല, കർത്താവ് തന്നെയാണ് ഇതെല്ലാം സഹിച്ചത്. പറയുന്നത് shared fully, partial അല്ല, ഒരു എലിമെന്റ് അല്ല, not nearly, not to a large degree, but fully in all our experience. ആ ഓളില്ലാത്ത എല്ലാം ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്നോട് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. Because I have not gone through the pains that you have gone through. But here it says, every hurt, every ache, every stress that you might have gone through, no exceptions, he has gone through everything. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശനായിരിക്കുമ്പോൾ മറ്റാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉചിതവും ഏറ്റവും ബെസ്റ്റ്. Why I need Lord in times when I am dispirited? Because there are times of disappointment, there are times of despair, and He has gone through everything. രണ്ടാമത്തെ ചോദ്യം, how can I understand the Lord when I am dispirited? കാരണം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശ അനുഭവമാകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. It is very difficult for us to realize that God is there with me. എന്നാൽ ആ സമയത്ത് എങ്ങനെയാണ് എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഇടയായിരിക്കുന്നത്? ഞാൻ പറയുന്ന രണ്ട് കാര്യത്തിലൂടെ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു. Through discourse and through disclosure. സംവാദങ്ങളിൽ കൂടി വെളിപ്പെടുത്തലുകൾ ലഭ്യമായി തീരും. സംവാദം. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധ്യമായിരുന്നു. അതായത് അവരെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചു. The seeing is restrained. ആരാണ് ഈ കണ്ണ് നിരോധിച്ചത് എന്നതാണ് ചോദ്യം. അപ്പോൾ സാധാരണ ചില കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ കർത്താവ് തന്നെ കണ്ണടച്ചിട്ട് കർത്താവിനെ മനസ്സിലാക്കി പറയുന്നത് താല്പര്യമില്ല. കർത്താവ് കണ്ണടച്ചാൽ പിന്നെ കർത്താവ് വീട്ടിൽ എങ്ങനെയാണ് കർത്താവാണെന്ന് മനസ്സിലാക്കാൻ ഇടയായിരിക്കുന്നത്. ആ ഭാഷ നമ്മളൊന്ന് ശരിക്കും വായിക്കണം. ഇംഗ്ലീഷിൽ ESV, NIV അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് their eyes were kept from recognizing him. എന്നാൽ King James version പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് their eyes were holden that they should not know him. Holden എന്ന് പറയുന്ന വാക്കാണ് സാധാരണ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. ഹോൾഡ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ എന്താണ് ഈ ഹോൾഡൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം taken, bound or held എന്ന് പറഞ്ഞാൽ I am a captive. ഞാൻ ഒരു തടവുകാരനാണ്. ആരുടെ തടവുകാരനാണ്? കർത്താവിന്റെ തടവുകാരനല്ല, എന്നാൽ എന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ തടവുകാരനാണ്. എന്റെ ജീവിതത്തിന്റെ സാഹചര്യമാണ് എന്റെ മുൻപിൽ ക്രിസ്തു ഉള്ളപ്പോഴും എന്റെ കൂടെ ക്രിസ്തു നടക്കുമ്പോഴും എനിക്ക് കാണാതെ സാധ്യമായി
അതുകൊണ്ടാണ് കർത്താവ് അവരെ ഫൂളിഷ് എന്ന് വിളിക്കുന്നത്, മന്ദബുദ്ധികളെ. വെള്ളിയാഴ്ച ദിവസത്തെ പ്രസംഗം ഞാൻ ഓൺലൈൻ കേട്ടപ്പോൾ പ്രിയപ്പെട്ട മന്ദബുദ്ധികളെ വളരെ നല്ല രീതിയിൽ വിവരണം ചെയ്തു. ഫൂളിഷ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ല കർത്താവ് ഉപയോഗിച്ച ഫൂളിഷ്. ആ ഫൂളിഷ് അർത്ഥം അൺവൈസ് എന്നാണ്. You all have the wisdom. The wisdom that God is always there with you. പക്ഷേ സാധിച്ചിരിക്കും എന്റെ കണ്ണുകളിൽ ഓടും. I am taken, I am bound, I am captive of the circumstances that അവനെ കാണാനായിട്ട് സാധ്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇവർക്ക് കാണാൻ പറ്റി. എന്തുകൊണ്ട് കാണാൻ പറ്റി? ഒരു ഇടവകയും ഒരു സഭയും കാണാൻ പറ്റിയ 4 കാര്യങ്ങൾ ഇവരുടെ ജീവിതാനുഭവത്തിൽ നടന്നുകൊണ്ടാണ് കർത്താവിനെ ശരിക്കും കാണാനായി പറ്റിയത്. ഒന്ന്, they had fellowship. അവർക്ക് ഒരു കൂട്ടായ്മയുണ്ട്. രണ്ടുപേരും നടന്നു പോവുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മനസ്സിലുള്ളതെല്ലാം തുറക്കുകയാണ്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ തുറക്കാൻ. It is so difficult for us to open our minds. കാരണം പറയുന്നത് നീ തന്നെ എടുക്കുമോ, ഇതെടുത്തുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയുമോ, ഇതെടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, മറ്റാരോടെങ്കിലും പറയുമോ, ഈ ഒരു ഭാരതത്തിൽ വേറെ ചെയ്യുമാണ്. But they are going together, fellowshipping. They are telling there is something wrong. Fellowship കൂട്ടായ്മയിൽ നടക്കുമ്പോഴാണ് അവിടെ ദൈവത്തെ കാണാനായിട്ട് സാധ്യമായിരിക്കുന്നത്. 2, dependence. അവര് ആശ്രയിക്കുന്നത് അവർ തന്നെയല്ല. അവർക്ക് മനസ്സിലായി it is not possible for them to travel alone. തന്നെ നടക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളൊക്കെ അറിയാതെ നമുക്ക് ആരുടെയും സഹായം അങ്ങനെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാം കൊണ്ടും എല്ലാ രീതിയിലും നമ്മൾ മെച്ചപ്പെട്ടവരാണ്. കോവിഡ് കാലഘട്ടത്തിൽ പലരുടെയും സഹായം നമുക്ക് വേണമായിരുന്നു. ആ കാലഘട്ടം നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ സ്വഭാവത്തിൽ വീണ്ടും ഒരു മാറ്റമുണ്ട്. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര മാനസാന്തരമാണ്. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ആ മാനസാന്തരം എവിടെയോ പോയി. കോവിഡ് സമയത്ത് നമുക്ക് ഭയങ്കര മാനസാന്തരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് എവിടെയോ പോയി. എന്നാൽ ഈ ചൊവ്വാഴ്ച നടന്ന ഒരു ചെറിയ മഴ, ഒരു ദിവസം മൊത്തം പോലും പെയ്തില്ല, പകുതി ദിവസം മാത്രം പെയ്ത മഴ ഇന്ന് ഒരു മറ്റാരെങ്കിലും ഒക്കെ വന്ന് എന്നെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധ്യമായി തീരുള്ളൂ എന്നുള്ളൊരു നിമിഷം. ഒരു പക്ഷേ ഈ ദുബൈ സ്ഥലങ്ങളിൽ ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങിച്ചതായിട്ടുള്ള വില്ലകൾ എന്ന് പലരും പറയുന്നത് ഇനി അതിന് വളരെ വിലക്കുറവുണ്ടാകും. കാരണം മുടോൺ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭാഗത്തൊക്കെ നമ്മുടെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആ പകുതി വരെ വെള്ളം നിറഞ്ഞ ഒരു അനുഭവം. കോടികൾ കൊടുത്ത് ഭവനം വാങ്ങിച്ചു, പക്ഷെ ആരെങ്കിലും ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യമായി തീരുള്ളൂ. രക്ഷപ്പെടാൻ എനിക്ക് വാഹനമുണ്ട്, പക്ഷെ ഓടിച്ചു പോകുവാൻ സാഹചര്യം ഇല്ലാത്ത നിമിഷം ഓർക്കണം, നമുക്കാർക്കും തനിയെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. It is not possible for me or you to stay alone without depending on someone else. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ വിചാരിച്ചത് പറഞ്ഞാൽ പോലും ഒരാളുടെ സഹായമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധ്യമാക്കിയത്. പിന്നെ എന്തിന്റെ അഹങ്കാരമാണ്, എന്തിനാണ് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്നത്? And all most of it we need to depend on the Lord. ഒരു fellowship dependence. 3, ഈ വചനം അവരുണ്ടായിരുന്നു. കർത്താവ് തിരുവെഴുത്തിൽ അങ്ങോട്ട് തുറന്നു കൊടുക്കുകയും മോശത്തെ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് പറയുകയാണ്. ഞാൻ പ്രമാണം എല്ലാം അങ്ങോട്ട് പറയുകയാണ്. ഒരിടത്ത് മാത്രമേ ദൈവം വെളിപ്പെടുത്തുള്ളൂ. അവസാനം അവിടെ നടക്കുന്നത് വിശുദ്ധ സംസ്കാരമാണ്. The Eucharist, the Holy Communion is being celebrated. ഈ 4 അതിൻ്റെതായ തനിതായ അർത്ഥത്തിൽ നമ്മുടെ ഇടവകയുള്ളപ്പോഴാണ്, സംവാദങ്ങൾ ഉള്ളപ്പോഴാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായിട്ടുണ്ട്. അവരല്ലാതെ മാറ്റാറുണ്ട്. How can I understand? Through discourse and disclosure. 3ാമതായിട്ട് അവസാനം ഇത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടും. What do I get when I know this Christ? ഇവിടെ പറയുന്ന ഈ ഭാഗത്ത് there is a new discovery and there is a new determination. ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ ഒരു ബലം, ഒരു പുതിയ ഒരു തീരുമാനം നമുക്ക് കാണാനായിട്ട് സാധ്യമായിരിക്കുകയാണ്. യെരുശലേമിൽ നിന്ന് എമോസിലേക്ക്, എമോസിൽ നിന്ന് യെരുശലേം. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യെരുശലേമുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു എമോസുണ്ട്. ചിലരിൽ നിന്ന് ഓടിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കണം. അതെല്ലാം നമ്മുടെ യെരുശലേമുണ്ട്. മതിയായി I tried my level best. Now I cannot go. It's not possible for me to sustain over here.
എന്ന് പറഞ്ഞ് ഓടുന്നതായിട്ടുള്ള മനുഷ്യനാണ്. ഓടിപ്പോയി ചെന്നെത്തുന്ന സ്ഥലമാണ് ഈ എമോസ് എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ ആ എമോസിന്റെ സ്ഥലത്ത് നിന്ന് പേടിച്ചിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും വിടുന്നതായിട്ടുള്ള ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി. ഒരു കരുത്ത്, ഒരു പുതിയ ന്യൂ ഡിസ്കവറി, ന്യൂ ഡിറ്റർമിനേഷൻ. എന്നാൽ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എപ്പോഴും എന്നെ ഒത്തിരി ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ അതിനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഴയ നിയമത്തിൽ എപ്പോഴൊക്കെയും ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, അവിടെ ഒരു കല്ലെടുത്ത് കൊണ്ടു ദൈവം ഇവിടെ കണ്ടു, ദൈവത്തെ ഞാൻ കണ്ടു, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ഭവനം. പക്ഷെ പുതിയ നിയമത്തിൽ ആരൊക്കെ ദൈവത്തെ കണ്ടിട്ടുണ്ട്? ഒറ്റ ഒരുത്തൻ പോലും കണ്ടു എടുക്കുക ചെയ്ത ഒറ്റ ഒരുത്തൻ പോലും അൽത്താരയാണ്. We never find anybody in the New Testament building an altar when they had God experience. ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അത് നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവമാണ്. എന്റെ ശരീരം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആലയമാണ്. വേറെ ആലയങ്ങളുടെ ആവശ്യമില്ല. നീ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി ഈ ലോകത്തിൽ ഒരു ആലയമായിട്ട് പോകുക എന്ന് പറയുന്നത്. ക്ലെയോപാവോട് കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ, മറ്റനേക ശിഷ്യന്മാർ അങ്ങനെ ആലയങ്ങളായിട്ട് പല ഇടങ്ങളിൽ പോയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ക്രിസ്തുവിനെ അറിയാൻ സാധ്യമായി തീർന്നത്, നമുക്ക് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാൻ സാധ്യമായി തീർന്നത്. നമ്മുടെ ഈ ഇടവകയിലും അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്നതായിട്ട് കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഇടവക അതിന് തക്കതായ സമയത്ത് തീരുമാനമെടുക്കും. ഈ വെള്ളപ്പൊക്കത്തിലും ബുദ്ധിമുട്ടുകൾ അനേകം അനുഭവിച്ചപ്പോൾ പ്രിയപ്പെട്ട ആർക്കൊക്കെ പ്രയാസമുണ്ടായിരുന്നോ, ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അവർ ഈ പറയുന്നതായിട്ട് പ്രയാസങ്ങളെല്ലാം താണ്ടി കുറച്ചും കൂടെ പരിപ്പമുള്ള വണ്ടികൾ നമ്മുടെ ഇടവകയിലുള്ള പ്രിയപ്പെട്ടു അവർ അതിനായിട്ട് എടുത്ത് ഉപയോഗിച്ചു. പ്രയാസമേറിയ വെള്ളത്തിലൂടെയൊക്കെ അവർ നടന്നുപോയി. പക്ഷേ രക്ഷിക്കുവാൻ ഓണം സാധ്യമായിരുന്നു. ഞാൻ പറയും, ഞാൻ വിശ്വസിക്കും, they have an extended church, an extended temple. ദൈവത്തിന്റെ കരം അവർ എത്തിക്കുവാനായിട്ട് സാധ്യമായിരുന്നു. തുടർന്ന് നമ്മുടെ ഇടവകയിൽ അത്തരത്തിലെ അർത്ഥവത്തായ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, why Jesus in times when I am desperate. കാരണം there will be disappointment, there will be despair. ഈ കാലഘട്ടങ്ങളിലും സമയത്ത് കർത്താവല്ലാതെ വേറെ ആരും എല്ലാ എക്സ്പീരിയൻസും കടന്നുപോയി. ചിലത് നമുക്ക് സാമ്യം കാണും, പക്ഷെ എല്ലാം കടന്നുപോയത് കർത്താവുമാണ്. How will I try to understand that this Jesus in times of my despair, when I am desperate, through discourse and through disclosure. എന്നാൽ കണ്ടു കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾ കിട്ടുന്നത് എന്താണ്? ന്യൂ ഡിസ്കവറി ആൻഡ് ന്യൂ ഡിറ്റർമിനേഷൻ. പുതിയ കണ്ടുപിടുത്തം, പുതിയ ഒരു ബലം, പുതിയ തീരുമാനങ്ങൾ എടുപ്പാനിടയായി. ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കേട്ട വചനത്തെ ആസ്പദമാക്കി നിയോഗിക്കപ്പെട്ടാണ് പ്രാർത്ഥനയ്ക്ക്